നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന്റെ ടിവിക്ക് അധികാരത്തിലേറിയിട്ട് ആദ്യത്തെ ബജറ്റാണ് ഇന്ന് നടന്നത്. ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു ബജറ്റാണ്. എന്തൊക്കെ പ്രഖ്യാപിക്കുമെന്നുള്ള പലതരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഇന്നലെ നിലനിന്നിരുന്നു. ടിവിക്ക് സർക്കാരിലെ ധനമന്ത്രി മരിയ വിൽസൺ ആണ് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ സഭയിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ചില ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന്റെ പേരിൽ ഉദയനിധി സ്റ്റാലിനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇന്ന് സഭയിൽ ഉദയനിധി സ്റ്റാലിൻ ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ അവിടെ എത്തിയിട്ടുണ്ട്. 2031 തമിഴ്നാടിനെ $1.5 ട്രില്യൺ സാമ്പത്തിക വ്യവസ്ഥയാക്കി മാറ്റുക എന്ന ബൃഹത്തായ ലക്ഷ്യത്തോടെയുള്ള നിർണായക പദ്ധതികളാണ് ഇന്ന് ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി വിജയയുടെ നേതൃത്വത്തിൽ തത്വാധിഷ്ഠിതവും സുതാര്യവുമായ ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും ധനമന്ത്രി തന്റെ ബജറ്റ് പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര വികസനത്തിന് വൻ തുകയാണ് ഈ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിനായി 44,527 കോടി രൂപയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് 8,393 കോടി രൂപയുമാണ് ടിവിക്ക് സർക്കാർ നീക്കിവച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 3,734 സർക്കാർ സ്കൂളുകൾ നവീകരിക്കാൻ 300 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠനാന്തരീക്ഷവും ഡിജിറ്റൽ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേക പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10,000 സ്കൂളുകളിൽ ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കുന്ന സൂപ്പർ ക്ലീൻ സൂപ്പർ ക്യാമ്പസ് പദ്ധതിക്കായി 139 കോടി രൂപയും അനുവദിച്ചു. കൂടാതെ കോളേജ് വിദ്യാർത്ഥികൾക്കായി ലാപ്ടോപ്പുകൾ നൽകുന്ന വെട്രി ലാപ്ടോപ്പ് പദ്ധതിയും സൗജന്യ താമസവും പഠനവും നൽകുന്ന പെരിന്തലൈവർ കാമരാജൻ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കായി 125 കോടി രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 1 ഗ്രാമിന്റെ സ്വർണ്ണ മോതിരം നൽകും. ക്യാൻസർ ചികിത്സാ ആശുപത്രികൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ യുവതികൾക്ക് വിവാഹ സമ്മാനമായി സ്വർണവും സാരിയും തുടങ്ങി വമ്പൻ ജനകീയ പ്രഖ്യാപനങ്ങളുമായി വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റ്. അതായത് സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കുമായിട്ട് വലിയൊരു നീക്കം തന്നെയാണ് ഈ ഒരു ബജറ്റിൽ ടിവിക്ക് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. ധനമന്ത്രി മാരി വിൽസൺ ആണ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് സഭയിൽ അവതരിപ്പിച്ചപ്പോൾ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വലിയൊരു പ്രഖ്യാപനമാണ് ഇന്ന് ആദ്യ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. വിധവകൾ, നിരാലംബരായ സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് 100% സബ്സിഡി നിരക്കിൽ സർക്കാർ സൗജന്യമായി 5 ആടുകളെ വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി അറിയിച്ചു. ഇതിനായി സർക്കാർ 110 കോടി രൂപ വകയിരുത്തി. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനും 1 ഗ്രാം സ്വർണ്ണ മോതിരം ലഭിക്കുന്ന പദ്ധതിക്ക് തായ് മാമൻ തങ്ക മോതിരം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇതിനാണ് 560 കോടി രൂപ വകയിരുത്തുന്നത്. കൂടാതെ സ്ത്രീകൾക്ക് 8 ഗ്രാം സ്വർണവും ഒരു പട്ടുസാരിയുമാണ് സാമ്പത്തിക സഹായം വിവാഹത്തിന് നൽകുന്നത്. 812 കോടി രൂപയാണ് ഇതിനു വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലുടനീളം ഘട്ടം ഘട്ടമായി 1000 മൊബൈൽ വയോജന ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കും. ഇതിനായി 33 കോടി രൂപ അനുവദിച്ചു. ഗർഭിണികൾക്കായി സൗജന്യ ഭക്ഷണം, ചികിത്സ, ആരോഗ്യ നിരീക്ഷണം എന്നിവ ലഭ്യമാക്കുന്ന തായ് കെയർ മാതൃസഹായ കേന്ദ്രങ്ങളും സ്ഥാപിക്കും. ഇതിനായി 23 കോടി രൂപ വകയിരുത്തി. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായും സർക്കാർ ആശുപത്രികളുമായി ബന്ധിപ്പിക്കുന്നതിനായി ഹബ് ആൻഡ് സ്പോക്ക് ടെലിമെഡിസിൻ സംവിധാനം നടപ്പിലാക്കും. 5 ഹബ്ബുകളായി ആരംഭിക്കുന്ന പദ്ധതിക്കായി 18.5 കോടി രൂപ അനുവദിച്ചു. 5 മേഖലാ ക്യാൻസർ ചികിത്സാ ആശുപത്രികൾ സ്ഥാപിക്കും. വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി 10 കോടി രൂപ അനുവദിച്ചു. ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, ക്യാൻസർ എന്നിവ ബാധിച്ച രോഗികൾക്ക് മരുന്നുകൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുന്നതിനായി 100 കോടി രൂപയുടെ അധിക തുക അനുവദിച്ചു. തമിഴ്നാട് സർക്കാർ പെരിന്തലൈവർ കാമരാജൻ പ്രഭാത ഭക്ഷണ പദ്ധതി 6 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് കൂടി ലഭ്യമാക്കിക്കൊണ്ട് വിപുലീകരിച്ചു. 710 കോടി രൂപ വകയിരുത്തി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ 15,414 സ്കൂളുകളിലെ 15.14 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കും.
ഉപരിപഠന മേഖലയിൽ കൂടുതൽ മുന്നേറ്റം ലക്ഷ്യമിട്ട് മധുരയിൽ പുതിയ സ്പെഷ്യൽ ലോ കോളേജും 90 കോടി രൂപ ചെലവിൽ 5 പുതിയ ITIകളും ആരംഭിക്കും. ഇതോടൊപ്പമാണ് 12ാം ക്ലാസ് പരീക്ഷാ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മെഡിക്കൽ പ്രവേശനം തിരികെ കൊണ്ടുവരണമെന്ന് ധനമന്ത്രി കേന്ദ്ര സർക്കാരിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെടുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ ക്രമീകരിക്കുന്നതിനായി വരുമാന വർധനവിനുള്ള പുതിയ മാർഗങ്ങളും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാന കടം ഇരട്ടിയായ പശ്ചാത്തലത്തിൽ മദ്യ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് പ്രത്യേക നികുതി ഏർപ്പെടുത്തി 1000 കോടി രൂപയുടെ അധിക വരുമാനം കണ്ടെത്താനാണ് തീരുമാനം. അതിനൊപ്പം ടെൻഡർ നടപടികൾ കൂടുതൽ സുതാര്യമാക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കും. ജനക്ഷേമ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതിയും സ്ത്രീകളുടെ സുരക്ഷയ്ക്കുള്ള ദ്രുത പ്രതികരണ സേനയും ഉൾപ്പെടെയുള്ള പ്രകടന പത്രികയിലെ ഉറപ്പുകൾ ഘട്ടം ഘട്ടങ്ങളായി നടപ്പിലാക്കുമെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നു. ഇലക്ട്രിക് വാഹന രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് EV തകരാറുകൾ പരിഹരിക്കാൻ 22,500 മെക്കാനിക്കുകൾക്ക് പരിശീലനം നൽകുന്ന പദ്ധതിക്കായി 3 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായും സ്കൂളുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനും പ്രത്യേക പദ്ധതിയും ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഡ്രഗ് ഫ്രീ തമിഴ്നാട് എന്ന ആശയവും ബജറ്റിൽ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനുവേണ്ടി സ്കൂളുകളിൽ പ്രത്യേക വോളണ്ടിയർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. ഇതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ പുറത്തിറക്കും. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിമാസ വേതനം വർദ്ധിപ്പിക്കുമെന്നും തെരഞ്ഞെടുപ്പ് വേളയിൽ വിജയ് പ്രഖ്യാപിച്ചിരുന്നു. 6000 രൂപയായിരുന്നു പ്രതിമാസ വേതനം. ഇത് 7000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഹജ്ജിന് ആദ്യം പോകുന്നവർക്ക് 25,000 രൂപയിൽ നിന്ന് 35,000 രൂപയായിട്ടും ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ മാറ്റങ്ങളാണ് TVK സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികളുടെ ഉന്നമനത്തിനുമായിട്ട് വലിയ രീതിയിലുള്ള തുകയാണ് ആദ്യ ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിൽ സ്വകാര്യ ആശുപത്രികളിലേക്കുള്ള സ്ത്രീകളുടെ പ്രസവത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാനായിട്ടാണ് സർക്കാർ ആശുപത്രികളിൽ പ്രസവിക്കുന്ന സ്ത്രീകളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്വർണ്ണമോതിരം പദ്ധതി നടപ്പിലാക്കുന്നത്. ഏതായാലും ഒരുപാട് സൗജന്യ പദ്ധതികളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഘട്ടം ഘട്ടമായിട്ട് പല പദ്ധതികളും നടപ്പിലാക്കുമെന്നും TVK സർക്കാർ ഇന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്.